അതുകൊണ്ട് പത്രങ്ങൾ മത്സരിക്കേണ്ടത് പത്രങ്ങളോട് തന്നെയാണ്. പത്രങ്ങൾ ടെലിവിഷനെയോ സമൂഹ മാധ്യമങ്ങളെയോ എല്ലാം അവലംബിക്കേണ്ടത് അവർ ഉണ്ടാക്കിയെടുത്ത ഈ ആധികാരികതയും ക്രെഡിബിലിറ്റിയും അവർ നിലനിർത്തുക എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നി, ഇപ്പോൾ ഡൽഹിയിൽ നിന്നൊക്കെ പത്രപ്രവർത്തനം കഴിഞ്ഞ് വന്നപ്പോൾ മാധ്യമത്തിൻ്റെ ഒക്കെ എഡിറ്റോറിയൽ പേജാണ് ഏറ്റവും ശക്തം, ഏറ്റവും സമ്പന്നമെന്ന്. പക്ഷേ ബഹ്റൈനിലും യു എയിലൊക്കെ എത്തിയപ്പോൾ മനസ്സിലായി ഇതല്ല, അതിലെ ഏറ്റവും ശക്തമായിട്ടുള്ളത് മൗത്ത് പേജ് എന്ന് പറഞ്ഞൊരു പേജുണ്ട്. അതാണ് എന്ന് മനസ്സിലായത്. ബഹ്റൈനിലെ പ്രിൻറ്റിങ്ങിലെ പ്രസ്സിൽ നിന്ന് ലെബനീസ് പൗരനെ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കും, ആ മൗത്ത് പേജ് വന്നിട്ടില്ലല്ലോ. അങ്ങനെയാണ് ഈ ഒരു പേജ്. പക്ഷെ അയാൾ എന്നോട് പറഞ്ഞ അത്ഭുതകരമായ ഒരു കാര്യം, ലോകത്തെ ഒരുപാട് പത്രസ്ഥാപനത്തിൽ പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്, ലോകത്തെ ഒരുപാട് പത്രങ്ങളും കണ്ടിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും ഇങ്ങനൊരു പേജില്ല എന്നാണ്. ലോകത്തൊരിടത്തുമില്ല നിര്യാതരായവർക്ക് വേണ്ടി ഒരു പേജ് എന്നാണ്. വളരെ പ്രമുഖരായിട്ടുള്ള ആരെങ്കിലും മരിച്ചാൽ അത് കൊടുത്താൽ പോരെ എന്നാണ് അയാൾ എന്നോട് ചോദിച്ചത്. ഇത് എല്ലാവരും മരിച്ചതിങ്ങനെ എടുത്തു കൊടുക്കേണ്ട ഒരു കാര്യമാണോ? ആ ചോദ്യത്തിന് എനിക്കിപ്പോഴും ഉത്തരമില്ല. പക്ഷേ മൗത്ത് പേജ് ഇല്ലാതെ ഒരു പത്രം, മലയാള പത്രം ഗൾഫിൽ ഇറങ്ങിയിട്ട് കാര്യമില്ല എന്ന് ഇതുവരെയുള്ള അനുഭവം വെച്ചുകൊണ്ടും, അതിൽ മനോരമയും മാതൃഭൂമിക്കൊക്കെ അവരുടെ കണക്ക് പ്രകാരം ഒരു മരണവാർത്ത ഒരു 150-200 കുടുംബങ്ങളിലേക്ക് സ്വാധീനിക്കുന്നുണ്ടെന്നാണ്. അതുകൊണ്ട് താഴേക്കിടയിലുള്ള റിപ്പോർട്ടർമാരെ സ്വന്തം ലേഖകന്മാരായിട്ടുള്ള നാട്ടുലേഖകന്മാർ അവരെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്നത് മരണവാർത്തകൾക്കാണ്. അത് കഴിഞ്ഞാൽ വിവാഹ വാർത്തകളാണെന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ പഠിക്കപ്പെടേണ്ട വിഷയങ്ങളാണ്. ഇതൊന്നും ഇവിടെ ഈ സമയപരിധിക്കുള്ളിൽ തീരേണ്ടതല്ല. പക്ഷേ ആധികാരികമായിട്ട് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ലിഖിത മുദ്രകൾക്ക് ഇന്നും വലിയ പ്രസക്തി തന്നെയുണ്ട്. അത് മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ഈ പത്രസ്ഥാപനങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ സുപ്രഭാതത്തിനും അതിൻ്റേതായിട്ടുള്ള വലിയ ഇടമുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.